MSFന്റെ സംസ്ഥാന നേതാക്കൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തെറ്റായ നിലപാട്, ജമാഅത്ത് ഇസ്ലാമിക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഇവരുടെ ഈ തെറ്റായ ഇടപാടുകൾ അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിൻ്റെ മതേതര ക്യാമ്പസുകളിലേക്ക് ഇവർ കയറി വരുന്നത് തടയാൻ SFI മുന്നിട്ടിറങ്ങേണ്ടി വരും. കാരണം ഇവർ വരുന്നതും സംഘപരിവാർ വരുന്നതും ഒക്കെ ഒരേ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇവർ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രതലം ഉയരുന്നത് മറുപക്ഷത്ത് RSSന് വളരാനുള്ള പ്രതലമാകും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം ഞങ്ങൾ ഉയർത്തും. അപ്പോൾ അത് ശക്തമായി അതിനെതിരെയുള്ള സമരം ഞങ്ങൾ കേരളത്തിലെമ്പാടും സംഘടിപ്പിക്കുമെന്നുള്ളതാണ്. കേരളയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ അക്കൗണ്ട് പൂട്ടിക്കെട്ടി ഞങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട്. ആ ജില്ലക്കപ്പുറത്തേക്ക് ആ ജില്ലയിലും MSFനെ പൂർണ്ണമായും ഇന്ന് നിലംപരിശാക്കാൻ SFIക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഈ അക്രമങ്ങൾക്കൊക്കെ MSFന്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ളത്. 17 ക്യാമ്പസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം SFI തിരിച്ചുപിടിച്ചത്. അതിനു പുറമെ ഈ ക്യാമ്പസുകളിലൊക്കെയുള്ള SFIയുടെ വിജയം. അപ്പോൾ ഇത് കണ്ട് ഹാലിളകിയിട്ടുള്ള ഈ ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആവർത്തിച്ചു പറയാനുള്ളത്. ഇതൊക്കെ ചെയ്ത് വീട്ടിൽ സ്വസ്ഥമായിരുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി രസിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കയോട് പറയാനുള്ളത്, ഇക്ക ഇമാതിരി പരിപാടിയുമായി ഇനി കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വരരുത് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പുകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ 14 ജില്ലകളിലേക്കുള്ള മാർച്ച് വ്യത്യസ്ത തീയതികളിലായിരിക്കും. അതിനനുസരിച്ചായിരിക്കും രാജ്ഭവൻ മാർച്ചിൻ്റെ തീയതി അത് അറിയിക്കും. ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾ നിരന്തരമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിലുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുള്ള അതിലുള്ളൊരു പ്രശ്നം, ഇപ്പോൾ മാധ്യമപ്രവർത്തകരായ നിങ്ങളിവിടെ ഇരിക്കുന്നു, ഞങ്ങൾ പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ ഉയർത്തുമ്പോൾ ഞങ്ങളും സംഘപരിവാറും ഞങ്ങളും ഗവർണറും തമ്മിലുള്ളൊരു പേഴ്സണൽ ഇഷ്യൂ ആയി ഇതിനെ പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളും ഞങ്ങളും അവരും തമ്മിലുള്ളൊരു വ്യക്തിപരമായ വിഷയമാണോ എന്നൊക്കെയുള്ളൊരു ഈഗോ പ്രശ്നമാണോ എന്നൊക്കെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയമൊക്കെ ഞങ്ങൾ നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്നേയിരിക്കുന്ന കാര്യമാണ്. കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളത് ഈ വിഷയമൊക്കെ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ നിരന്തരമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പാർലമെൻറ്റ് മാർച്ച്, SFI നടത്തിയിട്ടുള്ള പാർലമെൻറ്റ് മാർച്ച് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചായിരുന്നു. ഈ കേരളത്തിൽ വിവിധ സർവകലാശാലകളിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മാർച്ചുകൾ, കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് ഞങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ഒരു 5-6 മാർച്ച് നടത്തി. ഇതൊക്കെ ഈ വിഷയമായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ ഈ സമരങ്ങൾ ഒരു വിഷയമാവാതെ പോയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നേരത്തെ ഉയർത്തി തുടങ്ങിയതാണ്. ഇത് കുറച്ചുകൂടി ശക്തമായി ഞങ്ങളതിനെ ഒന്നുകൂടി പ്രസ് ചെയ്ത സമരത്തിൻ്റെ പുതിയ മുറകളിലേക്ക് കടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.